നിങ്ങൾ വിവാഹം കഴിച്ചോ? എങ്ങനെയുള്ള വിവാഹമായിരുന്നു? ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളുടെ നാട്ടുകാർ കരക്കാരൊക്കെ ഇടപെട്ട് ഉള്ള വിവാഹം, ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹം നടത്തി താലികെട്ടും മാലയിടലും എല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിനുശേഷമുള്ള രജിസ്ട്രേഷൻ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അന്ന് 18 വയസ്സായിരുന്നു. അപ്പൊ ഇവരെ നിയമപ്രകാരം കസ്റ്റമറി മാരേജ് നടത്തി. മാരേജ് നടത്തിയിട്ടൊന്നുമല്ല. നമുക്ക് ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരാളിനോട് വിവാഹം കഴിക്കണം, ജീവിക്കണം എന്ന് പറയുന്നതിനെതിരല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അമ്മയ്ക്ക് വേറെ മക്കളൊന്നുമില്ല. അത് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ സഹകരിക്കത്തില്ല. മേഡത്തിന് അറിയാത്തുണ്ടോ, ഈ ഞങ്ങളുടെ കേസ് ഇടപെട്ട പാർട്ടി പ്രവർത്തകരോടോ അല്ലെങ്കിൽ മെമ്പർമാരോടോ ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഈ ഒരു ഡിമാൻഡേ പറഞ്ഞിട്ടുള്ളൂ. ആരോട് വേണമെങ്കിലും വിളിച്ചു ചോദിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുക, അല്ലെങ്കിൽ ചെല്ലണ്ട, വിളിക്കണ്ട. അല്ല, ഒറ്റയ്ക്ക് ചെല്ലുകയെന്ന് പറഞ്ഞാൽ അയാളെ ഒഴിവാക്കിയിട്ട് വരാനോ? ഒഴിവാക്കിയ അത് ഞാൻ പറയത്തില്ല. അവർക്കൊരു കൊച്ചെ, അവര് ജീവിക്കോ ജീവിക്കാതിരിക്കുക. എനിക്കൊരു മോളെയുള്ള അവർക്ക് തന്നെ ഒന്ന് കാണാം. എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ വീട്ടിലും എല്ലാം വന്ന് പ്രശ്നം ഉണ്ടാക്കും. എല്ലാം ഇതിനെ ചൊല്ലിയാണ് ഞാൻ ഒറ്റയ്ക്ക് ചെല്ലണോന്ന് പറഞ്ഞിട്ടാ. നീ പിന്നെ ഒറ്റയ്ക്കല്ലേ അവര് പറഞ്ഞത് നല്ലോണം പഠിക്കാൻ കഴിവുള്ളൊരു പെങ്കൊച്ച്. അവൻ നല്ലവനായ ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ രീതി പഠിപ്പിക്കായിരുന്നു. അത് ചെയ്തില്ല. ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. പോയിക്കൊണ്ടിരുന്നപ്പോ അവിടെ ഇതെനക്ക് പഠിക്കാൻ പോയിരുന്നിടത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവിടെ കോളേജിൽ വന്ന് പിന്നെ ഞാൻ പോകാതിരുന്നത്. ചുമ്മാതാ സാറേ, ഞാൻ അവിടുത്തെ ടീച്ചറിനെ വിളിച്ചു ചോദിച്ചാൽ അറിയാം. ഞാൻ 5ലാ പഠിക്കാൻ പോയത്. അതിപ്പോ അവരമ്മയെന്നുള്ള നിലയ്ക്ക് അവരുടെ നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയതിന്റെ ഒരു വിഷമവും പിന്നെ ഒരു ആശ്വാസമാക്കി പറയാൻ ഭർത്താവ് എടുത്തില്ല. എന്നാൽ ഒന്ന് സമാധാനിക്കാൻ വേറെ മക്കളും ഇല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു വെപ്രാളത്തിൽ അവർ ചെയ്തായിരിക്കാം. നമുക്ക് തന്ന പരാതി എന്ന് പറയുന്നവരെ സംബന്ധിച്ച് അവര് വളരെ ഇങ്ങനെ ഭർത്താവ് പിന്നെ മരിച്ചു, മകളുടെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കേണ്ടി വന്നില്ല, അവൾ ഇറങ്ങിപ്പോയി. അപ്പൊ ഇങ്ങനെ സൂചിച്ചു കഴിയുന്ന ഒരു തള്ളയാണെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട. എൻ്റെ അവസ്ഥ ആൾക്കാർ അറിയണം. പിന്നെ എനിക്കൊരു മോളേ ഉള്ളൂ, ഒരാഘോഷമോ കാര്യങ്ങളോ വരും, എന്തുണ്ടായാലും എനിക്കൊന്ന് വയ്യാഴിക വന്നു, എൻ്റെ മോള് എന്നെ ഒന്ന് കാണുക. ബാക്കിയുള്ളത് അംഗീകരിക്കാൻ പറ്റാത്തവരുടെ മനസ്സത് കാലക്രമേണ മാറുമായിരിക്കാം. ചിലപ്പോൾ അത് മാറുന്നത് നിങ്ങൾ ഒരുമിച്ച് കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കുകയും നിങ്ങളുടെ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തുകയൊക്കെ കണ്ട് സ്വാഭാവികമായിട്ട് അവർ മാറിയല്ലേ പറ്റുള്ളൂ. അവരും ഒരു അമ്മയല്ലേ. പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലണം, നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെല്ലണം, ഇടയ്ക്കൊക്കെ അവിടെ പോകണം എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞ ആവശ്യം. അല്ലാതെ ഇപ്പം ഇത്രയും ഒരു കുഞ്ഞുമായി കഴിഞ്ഞ് ഭാര്യഭർത്തായിട്ട് ജീവിക്കുന്നിടത്ത് ഒഴിവാക്കാന്ന് പറയുന്നതിന് അത് തന്നെയാണ് ആവശ്യം. അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. ഇപ്പൊ അങ്ങനെ മാറ്റി പറഞ്ഞായിരിക്കും, പക്ഷെ അമ്മയുടെ ആഗ്രഹം തന്നെയാണ് എന്റെ വീട്ടിലില്ലാത്ത ജീവിതം ഇവർക്ക് എന്തോ കിട്ടുന്നത്. എന്നും അടി. ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു മെമ്പറുമായിട്ട് കൂടി അപ്പോഴിവന്റെ ആളുകൾ എന്നെ വിളിച്ച് പറയും, കൊച്ചിനെ വിളിച്ച് ഇവളില്ല തള്ളയെടുത്ത് പറയും. ഈ തള്ള അവരെ ചീത്ത വിളിക്കും. അവരുടെ ആളുകൾ തന്നെ ഇവൾ അനുഭവിക്കാൻ പോകുന്ന ദുഃഖം ചില്ലറ ഇഷ്ടം. ഇവനെ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഞാൻ ചെന്ന് ഒരു പക്ഷേ ഒന്ന് ചോദിച്ച് ഇവൻ കേസ് കൊടുത്ത്. ഇവള് തള്ളയെന്നൊരു സ്നേഹമുണ്ട്. ഇവക്കൊരു പെങ്കൊച്ചുണ്ടെങ്കിൽ ഇവള് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമോ സാറേ? സാറൊന്ന് ആലോചിച്ച് നോക്ക്. സാറിനും ഉണ്ടല്ലോ മക്കള്, എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റുമോ ഇവള്? ഒരു തള്ളയില്ലയോ ഞാൻ? സാറിനറിയാം, ഞാൻ 9-10 മണിക്ക് ഉറങ്ങിയ 11 മണി തൊട്ട് ഉണർന്നടക്കുക, 3 മണി വരെ ഉണർന്നെടുത്തിട്ട് 3 മണി വരെ TV ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഉറങ്ങിയിട്ട് 6 വർഷമായി. എൻ്റെ ഭർത്താവിനെയും കൊണ്ട് 14 മാസം RCC ഞാൻ കയറിയിറങ്ങാത്ത പള്ളികളില്ല. വ്രണമായോണ്ട് ഒരിടത്തും കിടത്തത്തില്ല. ചാലേ സ്നേഹാലയത്തിൽ വരെ ചെന്ന് കിടന്നിട്ടുണ്ട് ഞാൻ. ചാലേ സ്നേഹാലയത്തിൽ ഏതെല്ലാം പള്ളികടി ഏതെല്ലാം റൂമുകളിൽ ഞാൻ 14. ഇതൊന്നും ഞാൻ എവിടെ അറിയിച്ചിട്ടില്ല. എന്താ ഇവിടെ പഠിക്കുന്നവളാ, ഇവിടെ പഠിക്കട്ടെ. എൻ്റെ ഭർത്താവ് മരിച്ച് 13ൻ്റെ 41,000 രൂപ അയച്ചു കൊടുത്തെന്ന് ചോദിച്ചു സാറ്. 1 ലക്ഷം തിക. അത് ചെന്നാലേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആ പഠിത്തം കംപ്ലീറ്റ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മോളെ പഠിക്കും, മോളെ നീ പഠിക്കും, നീ പഠിച്ചിട്ടങ്ങ് പോ. പിടിച്ചു കെട്ടിയിട്ട് കല്യാണം കഴിക്കുമോ സാറേ? ഇവിടെ വന്നിട്ട് അമ്മേ ഞാൻ പഠിച്ചിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ വലിച്ചയച്ചു മറ്റാൻ വന്ന് കല്യാണം കഴിക്കുമോ? ഇവള് പഠിച്ചെത്തിയിട്ട് പോയി അവള് വേല ചെയ്ത് അവന് ചോറ് കൊടുത്തു തന്നെയല്ലേ. ദിനസരി അടി ഇടി വലിച്ചെടുപ്പ് ഇവന്റെ ജോലി അതാ. ഇവിടെ അഭിമാനം ഓർത്ത് പറയാത്തതാ. ഞാൻ പറഞ്ഞു അടിച്ചിട്ടില്ലെന്നും പറയുന്നില്ല, അടിച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും നമുക്ക് ഒരു 1-2 ദിവസം നിനക്ക് അടിക്കാനാന്നോടാ അവളെ? പിന്നെ ഞാൻ ചെലവിന് കൊടുക്കുന്നത് എനിക്ക് അടിച്ചോളൂ. നീ കൊടുക്കും ചെലവിന്. അത് ശരിയല്ല. സന്തോഷമായ ജീവിതമാണോ? എല്ലാ വീട്ടിലുള്ള കണക്ക് ഇടയ്ക്ക് വഴക്ക് ഉണ്ടാകുമ്പോ അതിൽ കൂടിയ വലിയ പ്രശ്നം നാട് നീളെ അറിഞ്ഞോ മറ്റൊരാളെ അറിയിപ്പിച്ച ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇഷ്ടത്തിലാണ്. അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് അവിടെ എല്ലാം വന്ന് ആക്ഷേപിക്കാറുണ്ട്. സ്റ്റാൻഡില് വെളിത്ത് ആട്ടോടുന്ന സ്റ്റാൻഡിലെല്ലാം വന്ന്
ഭയങ്കര ആക്ഷേപമാണ്. അത് സഹിക്കാൻ വേണ്ടി ഒരു ദിവസം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയത്. ഞാൻ ചോറ് കൊടുക്കുന്ന പെണ്ണാണ്, എനിക്ക് അടിക്കാനുള്ള അധികാരം, അത് തെറ്റാണെന്ന് അറിയാമോ? നിയമപ്രകാരം ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. സ്ത്രീ ഭാര്യയെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ്. നിങ്ങൾക്ക് 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാമോ? എന്തധികാരത്തിലാണ് ഭാര്യ അടിക്കുന്നത്? ആർക്കും ആരെയും ഉപദ്രവിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. നിങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചാലേ പറ്റത്തുള്ളൂ. അത് ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടാ, അല്ലെങ്കിൽ പേടി കൊണ്ടാകാം നിങ്ങൾക്കെതിരെ പരാതിക്ക് പോകാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മറ്റൊരു ആശ്രയമില്ലാത്തത് കൊണ്ടാകാം. പക്ഷെ അത് നിങ്ങൾ മുതലെടുക്കെതിരെ ചൂഷണം ചെയ്യരുത്. നിങ്ങളുടെ ഈ ചിന്താഗതി മാറ്റണം. അന്നേരം എന്തടിച്ചിട്ട് അവൻ ഒന്നെങ്കിലും ഏറ്റത്? അടിച്ച് എൻ്റെ അനിയത്തി എന്നപ്പോൾ അടിച്ച് വലിച്ചഴിച്ച് ഇവിടെ ഇത്രയും തൊലിഞ്ഞിരിക്കുന്നു. തന്ത വെളിയത്ത് നിന്ന് പറഞ്ഞ അങ്ങാർക്ക് എന്നെ അറിഞ്ഞുകൂടാ. എനിക്ക് ഏതന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു മകളുള്ളോ പ്രസന്നയ്ക്ക്? പ്രസന്നയുടെ മകൾക്ക് ഒരു മകള്, അത് 3 വയസ്സായി, അതും പെൺകുട്ടി തന്നെ. അത് 15 വർഷം 13 വർഷം കിട്ടും. ഇനി എന്തെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. പ്രസന്ന ഒരു സംഗതി അംഗീകരിക്കണം. ഒരു പുരുഷനെ സ്നേഹിച്ചു, കല്യാണവും കഴിഞ്ഞു, അവർക്കൊരു കുഞ്ഞുമുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം ഇനിയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, ജീവിക്കണം. അപ്പൊ അത് അംഗീകരിച്ചുകൂടെ? അവർക്കൊരു അനുഗ്രഹം കൊടുത്ത് അവരെ അംഗീകരിച്ചുകൂടെ? എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്ന ഇവനെ എന്റെ വീട്ടിൽ വിളിച്ച് താമസിച്ചിട്ട് ഇവന്റെ അടി കൊണ്ട് ഞാൻ കിടക്കാൻ ആ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു വിചാരിക്കാം. അവരുടെ ഭാഗത്ത് ഒരു തെറ്റായിട്ട് തന്നെ ഞാൻ ഇവിടെ പറയാൻ വന്ന കാര്യം പറയട്ടെ. ഞങ്ങൾ ഒരു പ്രാവശ്യം പരാതി എടുത്തു എന്നുള്ളത് സത്യമാണ്. തിരിച്ച് ഞങ്ങൾ എത്ര പ്രാവശ്യം സ്റ്റേഷനിലും ഗാന്ധി ഭവൻ, വനിതാ സെൽ, ഇവിടെ എല്ലാം കയറിയിട്ടുണ്ട്. സാറേ, അത് കയറിയതിന്റെ കാരണം ഞാൻ പറയാം. ചരമവാർഷികത്തിന് ഞാൻ എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെല്ലുന്നുണ്ടെ ആര് കണ്ടാലും ഒരുപാട് കളിയാക്കി ചോദിക്കുന്നുണ്ട്, മോളന്തിയെ. അത് കേൾക്കുമ്പം മക്കള് ഒന്ന് നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ ദുഃഖം മനസ്സിലാകത്തുള്ളൂ. നഷ്ടപ്പെട്ടു എന്റെ കാര്യം പറയാനാണെങ്കിൽ ഇവള് മരിച്ചെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഇല്ലായിരുന്നു. മരിച്ചു എന്നേ ഉള്ളു. മരിച്ചാ ദുഃഖം ഉറങ്ങുവോളേ ഉള്ളു, പോയാ ദുഃഖം ഞാൻ മരിക്കുവോളേ ഉണ്ട്. സാറിനറിയാമോ, ഞാൻ ഒരു 2 മണിക്കൂർ ഉറങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായിരുന്നു നിങ്ങൾക്കറിയത്തില്ല എന്റെ മനസ്സിന്റെ വേദന. അപ്പോഴ് അങ്ങനെയുള്ള എനിക്ക് അവര് ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ എനിക്കൊരിക്കലും ഇവനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അവള് വരിക പോയി വരാതിരിക്കുക, പ്രസന്നയുടെ അംഗീകാരത്തിൽ ഉപരിയായിട്ട് മകളിപ്പോഴും ഭർത്താവിനെ അംഗീകരിക്കണ്ടല്ലോ പ്രസന്ന. അതല്ലേ നമുക്ക് പ്രസന്നയ്ക്ക് ഇയാളെ അംഗീകരിക്കാൻ പറ്റാത്ത അയാൾ ഉപദ്രവിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അവൻ ഉപദ്രവിക്കും, അവൻ ഭയങ്കര ഉപദ്രവ. കല്യാണത്തിന് മുമ്പ് ഓട്ടോയിൽ പോയി അവിടുത്തെ ഒരു സാറിന്റെ മകളെ പിടിച്ച് ഇവന്റെ കയ്യും കാലും അടിച്ചോടിച്ച് 6 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. ഇവക്കറിയത്തില്ല, ഇവനെ കൊണ്ട് പറയിച്ചില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് സാറിന് ചോദിച്ചു. ഈ 1 വർഷം തികഞ്ഞപ്പോ ഇവിടെ കൂടെ പഠിച്ച ഒരു പെണ്ണിനെ ഇവൻ പിടിച്ചു. ഇവന്റെ മൊബൈല് അവരുടെ തുണി ഉരിഞ്ഞെടുത്തു. ആ മൊബൈല് വേറൊരാടെ കൈ കിട്ടി. അത് കണ്ടിട്ട് വിളിച്ചു. ഇല്ല എന്ന് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പറയിപ്പിക്കാം. കല്യാണത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞ പിറ്റേ 1 വർഷമായിപ്പോ ഒന്ന് ചോദിക്കാം. ഒരിക്കലില്ല, എന്റെ കൂട്ടിരിക്കുന്ന പെണ്ണാണ്, അവക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കാണത്തില്ലല്ലോ. അവൾ എന്നാ പറയട്ടെ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? കാല് ഒടിഞ്ഞിടുന്നത് ഒരിക്കൽ ആക്സിഡന്റ് ആയിട്ട് ഒടിഞ്ഞിടന്നായിരുന്നു. അത് ഞാൻ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് എന്നെ കാണാൻ വന്നപ്പോ അവിടെ വെച്ച് ബസ്സിൽ ഇടിച്ച് ആക്സിഡന്റ് ആയി കാലൊടിഞ്ഞ് കിടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്രയും നാളായിട്ട് ജീവിക്കുന്നത്, ഞാൻ ഇന്നുവരെ ഒരു പെണ്ണ് കേസും കേട്ടിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞതോ, ഫോൺ വിളിച്ചു പറഞ്ഞതോ? അങ്ങനെ ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുവോ പ്രസന്ന? നമ്മൾ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. എന്തായാലും മകളുടെ സാറേ, അവിടെ 10 വട്ടം വിളിക്കട്ടെ, 9 വട്ടം ഞാൻ ചീത്ത വിളിക്കുമായിരിക്കും. എന്റെ മോളല്ലേ, എനിക്ക് വിളിച്ചൂടെ? ആ ഒരു ബോധം ഇവൻ അന്നേരം പറയുന്നതാ. അത് ഉറക്കെ പറയാം. ഓരോരുത്തരോട് പറഞ്ഞു വിടുന്നേ, എന്റെ ചെവുക്കുറ്റി അടിച്ചു പൊട്ടിക്കും. ഞാൻ എന്റെ വീട്ടിൽ കെട്ടിക്കുക. എന്റെ ചെവുക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ എന്റെ അച്ഛൻ്റെ അച്ഛൻ ജനിച്ചാൽ നടക്കൂ. പ്രസന്ന അദ്ദേഹം പറഞ്ഞ പോലെ പ്രസന്ന ഒരു അമ്മ എന്നുള്ള നിലയിലുള്ള ദുഃഖമാണ് ഇവിടെ പങ്കിട്ടത്. അവരുടെ മനസ്സിലെ വിഷമങ്ങളാണ് ഇപ്പൊ പുറത്ത് പറഞ്ഞത്. പക്ഷേ പ്രസന്ന ആ ചിന്താഗതി ഒന്ന് മാറ്റണം, ആ മനോഭാവം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാം. ഞാൻ എന്റെ ഒറ്റ ഇത് ഇവള് വരിയോ കൊച്ചു വരിയോ എനിക്ക് പ്രശ്നമില്ല. എന്താണെന്നറിയാമോ, എനിക്ക് ഒരു അന്തിക്കൂട്ടിനൊരാളില്ല. പക്ഷേ എന്റെ മരണം കഴിഞ്ഞ് എന്തോ ആവട്ടെ, എന്റെ മരണം വരെ ഞാൻ ഇവനെ സഹകരിപ്പിക്കത്തില്ല. സ്വത്ത് എന്റെ ഭർത്താവിന് സീൽസാ. ഇവിടെ BSc നേഴ്സ് പഠിപ്പിച്ച കടം ബാംഗ്ലൂർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണ്ടേ? എവിടെ? ബാങ്കിൽ. പിന്നെ വസ്തു കൈ പിടിച്ചോണ്ടിരുന്ന വീടൊക്കെ അനിയത്തിക്ക് എഴുതി കൊടുത്തിട്ട് പൈസ മേടിച്ച കടങ്ങൾ തീർക്കണം. ഭർത്താവിന്റെ പേരിലാണോ വീട്?
വീടും സ്ഥലവും എന്റെ അത് തിരിച്ച് അവകാശം എല്ലാം എഴുതി മേടിച്ച് എന്റെ കയ്യിൽ നിന്ന്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങി? ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം? കല്യാണം കഴിഞ്ഞ ഉടനെ വന്ന് മേടിച്ച് ഞങ്ങള് സ്വത്ത് ചോദിക്കുമെന്ന് വിചാരിച്ച് സ്വത്ത് കണ്ടിട്ട് അവളെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നിങ്ങളെ ഒഴിഞ്ഞു കൊടുത്തോ? അവകാശം ഒഴിഞ്ഞു കൊടുത്തോ? കടം തീർക്കാനാ ബാങ്കിൽ ലോൺ വെക്കണമെങ്കിൽ എന്നെ വിളിക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ട് അത്രയും നാളത്തേക്ക് അവകാശം എഴുതി വെക്കണമെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ട് തിരിച്ചെഴുതി മേടിച്ചത്. ഈ വസ്തു ആരുടെ പേരിലായിരുന്നു? വസ്തു എന്റെ സ്ത്രീധനത്തിന് എന്റെ ഭർത്താവിന്റെയും പേർക്കാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അപ്പൊ പേർക്കായിരുന്നു. എന്റെ ഭർത്താവ് മരിച്ചപ്പോ ഇവിടെ പോയില്ലേ? ഭർത്താവിന്റെ ഒരു അവകാശം, അച്ഛന്റെ അവകാശം മകൾക്ക് വരുമല്ലോ, അതാണ് ഒഴിഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞത്. അന്നേരം പൂയപ്പള്ളി ചെന്നപ്പോ ഞാൻ പറഞ്ഞേ, സാറേ ഇവക്ക് എന്നെ വേണ്ട, ഇന്നേം വേണ്ട, സ്വത്തും വേണ്ട. അപ്പഴേ ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എഴുതി വെച്ചിട്ടുണ്ട് പൂയപ്പള്ളിയിലോ? ഒരിക്കലും പറയില്ലല്ലോ സൂര്യ. എഴുതി വെച്ചിട്ട് അന്നേരം ഞാൻ പറഞ്ഞു, എടാ നിനക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ രൂപ വേണമെങ്കിൽ തരാം, പെണ്ണിനെ തരാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളുടെ മുതലും വേണ്ട, വസ്തുവും വേണ്ട, എനിക്ക് പെണ്ണ് മതി, പെണ്ണിനെയും കൊണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ ലോണ് ബാങ്കിൽ നിർത്തി അടയ്ക്കണ്ടേ? എന്റെ ഭർത്താവ് മരിച്ച 13 41,000 രൂപ എവിടുന്നുണ്ടായി? എൻ്റെ ഭർത്താവിനെയും കൊണ്ട് 14 മാസം ഞാൻ ആശുപത്രിയിൽ നടന്ന ഞാൻ ഈ പൈസ എവിടുന്നുണ്ടായി? മറിച്ചല്ലേ വെക്കൂ? മറിച്ച് ഇവക്ക് 13 അയച്ചു കൊടുത്തിട്ട് എക്സാം എഴുതിയത്. എന്തോ ഫലമുണ്ട്? 2.5 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ചെലവ്. ഇത് എന്തോ പ്രയോജനം? എന്നാ നീ ഇനിയെങ്കിലും പഠിക്ക്, കാശ് ചെലവാക്കി പഠിക്ക്. അതിനൊരു സർട്ടിഫിക്കറ്റ് എവിടെ? +2 വരെ അവള് പഠിച്ചോണ്ട് എന്തോ ഫലമുണ്ട്? അപ്പോഴ് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ അന്ന് ഒരു കാര്യം സാറേ, ഇവളിങ്ങനെ കണ്ടവന്റെ കൂടെ പോയില്ലേ ഇവക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ, നമ്മുടെ ചൊല്ലി നിൽക്കുന്നില്ല. അപ്പോൾ അവക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കന് എൻ്റെ സ്വത്തൂടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഈ കടം തീർക്കണമെന്ന് പറഞ്ഞ് എഴുതി തന്ന്. അവിടെ ചെന്ന് വസ്തു എഴുതാൻ ചെന്നപ്പം ലോൺ അടച്ചിട്ടില്ല. 62,000 രൂപ എടുത്തത് 9-ാം മാസം തിരിച്ചടയ്ക്കുമ്പം 72,000 രൂപ, 72, 79 ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടയ്ക്കാം, പലിശ ഇല്ലെന്ന വിദ്യാഭ്യാസ ലോൺ 41,000 രൂപ അടച്ചു കൊടുത്തു. എൻ്റെ ഭർത്താവിന് ചികിത്സാ ഫണ്ടുണ്ടെങ്കിൽ 2 പേര് മെഡിക്കൽ കോളേജിൽ പോയി 3-4 ദിവസം നിന്നിട്ട് വരുന്നതിന് ചെലവില്ലയോ? അങ്ങനെയൊക്കെ കടങ്ങളില്ലേ? ഈ കടങ്ങൾ വല്ലതും അവളെ ഞാൻ അറിയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അവിടെ വിദ്യാഭ്യാസത്തിന് വല്ല മുടക്കമുണ്ടോന്ന് ചോദിച്ചിട്ട് നോക്കുകയാണ്. അവള് എന്റെ ഭർത്താവ് മരിച്ച് ആ കുഴിമാടം വന്നൊന്ന് കണ്ടിട്ട് പാഞ്ഞുണ്ട്. മരിച്ചവൾ 5-ന്റെ അന്ന് ഇറങ്ങിപ്പോയി. ആ കുഴിമാടം വന്നൊന്ന് കണ്ടിട്ട് അവള് പൊയ്ക്കാൻ പാഞ്ഞുണ്ടായിരുന്നു. അത് കാണാൻ പറ്റാത്തവളാന്ന മോള്. എവളെ എങ്ങനെ സഹകരിപ്പിക്കണമെന്ന് എങ്ങനെ പറയാൻ എനിക്ക് തോന്നും. അവർക്ക് അങ്ങനെ സാധാരണ രീതി വരുമ്പോൾ വരാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഇവര് എല്ലാവരുടെ എതിർപ്പോട് കൂടിയുള്ള വിവാഹമാണ്. അപ്പൊ പെട്ടെന്നൊരു സാധാരണ രീതി വന്ന് കാണാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാക്കുക. പ്രസന്ന പറഞ്ഞതും തീർച്ചയായിട്ടും ശരിയാണ്. അച്ഛന്റെ ശവകുടീരത്ത് വന്ന് കാണണം, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കണം എന്നൊക്കെ ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവർക്ക് ആ ഒരു പൊസിഷൻ അവസ്ഥയിൽ വരാൻ സാധിക്കുന്നില്ല. അവൾ വരാൻ പറ്റത്തില്ലെങ്കിലേ സാറേ, പിന്നെ പലരും അവിടെ ചെന്നിട്ടുണ്ട്. എവിടെ ജീവിതം അറിഞ്ഞിട്ട് ഇവരുടെ ആൾക്കാർ തന്നെ ഒരുപാട് പേര് അവിടെ ചെന്നിട്ടുണ്ട്. ചെല്ലുമ്പം കൊച്ചിനെ വിളിക്ക്. അവിടെ ചെല്ലുമ്പോൾ മോളെ അമ്മയുടെ കാര്യം അറിയണ്ടേ? നമാശിവ മിണ്ടത്തില്ല അവള്. നമാശിവ 2 വർഷം വരെ ഒരു പട്ടിയം പിടിച്ച് വെളിയിൽ കെട്ടിയിട്ട് ഇവളെ പെരയ്ക്കകത്ത് അടച്ചം കിട്ടിരുന്നതാണ്. അപ്പം അങ്ങനെ ആയപ്പോൾ ഇവക്ക് പുറംലോകം കാണാൻ ഒരാളവിടെ ചെന്നിട്ട് 8-9 മാസം വെയിറ്റ് ചെയ്യണ്ടി. അന്നേരം ഒരാളവിടെ ചെന്നിട്ട് ഹെൽത്തിൽ നിന്ന് 2 പെണ്ണുങ്ങൾ അങ്ങോട്ട് പോകുന്നു. അവർ പറഞ്ഞുകൊണ്ട് പോകുന്ന ഇവർ കേട്ടോണ്ടില്ല. ഈ കൊച്ചിന് എന്തോ ഭ്രാന്തെടുത്ത് വന്ന് ഇടിയും മഴയും വരുന്നു, ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ അറിയുമോ? നമ്മക്കുള്ള ഒരാളാ അറിയത്തില്ല, അറിഞ്ഞാലും അറിഞ്ഞില്ലെന്നേ പറയത്തുള്ളൂ. അത് ഞാൻ ഇന്നാരുവാണ്. അവരൊന്ന് ഇരിക്കെന്ന് പറയുമോ? അവരോടൊന്നും മിണ്ടുന്നില്ല. അവരെന്തെല്ലാം അങ്ങോട്ട് ചോദിക്കുന്നു. ഒരു പട്ടിയം കെട്ടിയിട്ടവളെ അങ്ങനെ 2 വർഷം ഇട്ടപ്പോൾ ഇവൻ വിചാരിച്ച് ഇനി ഒരു കൊച്ചാകുമ്പോൾ സഹകരിക്കുമെന്ന്. അതിനുള്ള പണി ചെയ്ത് വെച്ചത്. അപ്പോൾ കൊച്ചായി. ഈ കൊച്ചായതിന് ശേഷമാണ് കുടുംബശ്രീയിലോ എന്തെല്ലോ ഒക്കെ ചേർന്ന് അതിലെ പ്രസിഡന്റിനുമാക്കി പുറലോകം കാണാം. എന്നെ ഒരുപാട് പേര് ഇവള് വെളിയത്ത് തള്ളയ്ക്കങ്ങാണ്ട് മലക്കറി കച്ചവടമാണ്, പിന്നെ ഒട്ടര കണക്ക് കുറേ കവറും തൂക്കിയിട്ട് വെളിയത്ത് നിൽക്കുന്നു. എന്തര നാണക്കേട്! ഈ കൊച്ചിനെ വിളിച്ച് സഹകരിപ്പീര് കൊച്ചെ, ഈ ഒട്ടര കണക്ക് ഇങ്ങനെ നടക്കേണ്ട കൊച്ചാന്നോ? 100 പേരും എന്ന് പറയുന്ന തുണി മേടിച്ചു കൊടു. പ്രസന്ന പറയുന്ന ഒരു അമ്മ നല്ല രീതിയിൽ ഇപ്പം മകള് വരണം ആഗ്രഹിച്ച ഒരു അമ്മയുടെ വികാരം. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവള് സന്തോഷത്തോടുകൂടി ഒരു പുരുഷനോട് ജീവിച്ചോട്ടെ. അത് അയാൾ അവന്റെ ജാതി എന്തോ ആവട്ടെ, മതം എന്തോ ആവട്ടെ, അവന് സൗന്ദര്യമുണ്ടോ, അവന് സമ്പത്തുണ്ടോ, ഇതൊന്നും നമുക്ക് വിഷയമല്ല. അവള് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതൊരു മനുഷ്യന്റെ, ഈ ഭൂമിയിൽ ജനിച്ചൊരു മനുഷ്യന്റെ അവകാശമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ വീട്ടിൽ വന്നവർ അനാവശ്യം പറയുമോ, നിങ്ങളുടെ സ്വത്ത് വേണമെന്ന് ചോദിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുവോ? മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. വേണ്ട. അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് ആ ഭാഗം ഒന്നും പറയാനാവുക. നമുക്ക് ഒരു കാര്യം പറയാം. നിങ്ങളൊരു അമ്മയെന്നുള്ള നിലയ്ക്ക് നമുക്ക് സംസാരിക്കാവുന്ന കാര്യം, നിങ്ങളുടെ മകള് നിങ്ങളെ വന്ന് കാണുക, നിങ്ങളോടൊപ്പം താമസിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുക, ആഹാരം കഴിക്കുക, പോവുക എന്നൊക്കെയുള്ള സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളതിന്
അതിന് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ. പ്രസന്ന, നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയില്ലേ? മക്കൾക്ക് തിരിച്ച് മക്കൾക്ക് നമ്മളോട് തോന്നുന്നില്ലല്ലോ. അത് അങ്ങനെ ഉണ്ടായാ പോരെ? അവരിപ്പോ അങ്ങനെയാണല്ലോ പറയണേ മകള്. ഇല്ല, ആ കുട്ടിക്ക് ഒരു സ്നേഹക്കുറവും ഇല്ല. അതിനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളിനെ ഇഷ്ടപ്പെട്ടു പോയാലോട് ഒരിക്കലും നിങ്ങൾ ഒരു കുഞ്ഞായി അതിന് 3 വയസ്സായതുവരെ അംഗീകരിക്കാത്ത ഒരമ്മ എങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും അയാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല. അത് അറിയാവുന്നത് കൊണ്ട് ചെയ്തു പോയി. അവര് സന്തോഷിച്ച് ജീവിക്കുന്നു എങ്കിൽ എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് അവള് പഠിച്ചിറങ്ങിട്ട് പോയെങ്കിൽ സംഭവിച്ചു പോയി. ഇനിയിപ്പോ അവരെങ്ങനെ ആണ് ഇപ്പൊ ഒട്ടകയുടെ കൂട്ട് ജീവിക്കുന്നതാണ് അവർക്ക് രണ്ടുപേരും കൂടെ താല്പര്യമെങ്കിൽ അത് അങ്ങനെയും ജോലി ജീവിച്ചോട്ടെ. ആദ്യമായിട്ട് ഒരു മകള് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതല്ലോ. സംഭവങ്ങൾ ഇങ്ങനെ ദിവസം പ്രതി അവള് പഠിക്കാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞു, മോളെ നമ്മുടെ കുടുംബത്തിൽ ഇത് നടന്നിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ ഒന്നുകിൽ നിന്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മുടെ ജാതി, അല്ലെങ്കിൽ നിന്നോടെടുത്ത സ്റ്റാറ്റസ് എന്തെങ്കിലും ഉള്ള ഒരു ചെറുക്കൻ ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നില്ല. അവളോടൊത്തൊരു ഗ്ലാമർ ഉള്ള പ്രസന്ന, മുഖം അടച്ചൊന്ന് വീണാൽ പോകുന്ന സാധനമാണ് ഈ ഗ്ലാമർ. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല, ജീവിതത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളവനാണ് എൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ. എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം. നിങ്ങൾ പറയുന്നത് ഈ കുട്ടിയാണ് വലിയ സുന്ദരി എന്ന്, ഞാൻ പറയുന്നത് ഈ കൊച്ചു സുന്ദരിയല്ല, എന്റെ മോളാ സുന്ദരി നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും? അപ്പൊ അതല്ല, അതൊക്കെ കാഴ്ചപ്പാടാണ്. അതൊക്കെ പ്രാകൃതമായ മനസ്സുള്ളവരുടെ ചിന്താഗതിയാണ്. ജാതി എന്ന് പറയുന്ന സംഗതി പറയാനേ പാടില്ല. ഈ മകളെ വിട്ടത്, നഴ്സിംഗിന് വിട്ടത്, അവള് പഠിച്ച് വലുതായി ജോലി കിട്ടി നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ? അതെ. അപ്പോൾ അവര് ഏതായാലും അതിനിടയ്ക്ക് ഇവര് സ്നേഹിച്ചു, അവർ കല്യാണം കഴിച്ചു, ഇപ്പോഴും അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവരെ സംബന്ധിച്ച് അതാണ് സന്തോഷം. ഇത് പ്രസന്നയ്ക്ക് പറ്റിയൊരു അബദ്ധം. ഒരു അമ്മയുടെ വേദനകളെല്ലാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും, എനിക്ക് 100 ഇരട്ടി മനസ്സിലാവും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട സ്നേഹം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ വെറുപ്പിക്കും തോറും ഭയങ്കര ഒരു ഗുരുതരമാവുന്ന ഒരു സംഗതിയാണ് ഈ സ്നേഹം. അപ്പോ ഇനി അവളെ സംബന്ധിച്ച് അവളെ ചീത്ത പറയുന്നതിനേക്കാൾ കൂടുതൽ വിഷമമാണ് അവനെ പറയുന്നത്. ഞാൻ അവനെ ഒന്നും പറയത്തില്ല. ഞാൻ നമ്മുടെ മക്കള് കൊള്ളാത്തോണ്ടാ ഇങ്ങനെ. അത് പറയാം, അത് നിങ്ങൾക്ക് പറയാം, ഇഷ്ടം പോലെ ചീത്ത പറയാം. അയാളെ പറയും നമ്മുടെ മക്കള് കൊള്ളാമെങ്കിൽ എന്നെ പൂയപ്പള്ളി എവിടെ എന്തെങ്കിലും മകൾക്ക് പോരായ്മയുള്ളത് നിരത്തി കൊടുക്കണതാണ് ഇനി അമ്മ ചെയ്യേണ്ടത്. അപ്പൊ അമ്മ അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ എന്തായാലും മരുമക ഉപദ്രവിക്കണമെന്ന് പറയണ്ടല്ലോ. അമ്മയും കൂടി ആളെ കൈയൊഴിഞ്ഞ ആ കുട്ടിയുടെ ജീവിതം എന്താ? പറ്റാവുന്ന രീതിയിൽ കഴിയുന്ന കാലം സപ്പോർട്ട് ചെയ്യുക, തിരിച്ചും സ്നേഹം. ഇല്ല, അവര് വരും. ആ കുട്ടിക്ക് വരുന്നോണ്ട് യാതൊരു ബുദ്ധിമുട്ടും. അവള് പറയുന്നത് എന്നെ എന്റെ കൊച്ചിനെയും കേട്ടെന്ന് പറഞ്ഞല്ലേ, ഇതുവരെ ആ കൊച്ചിനെ നോക്കിയിട്ട് പോലും ഉണ്ടോ ചോദിക്കുക. നിനക്ക് ഞാനെന്നില്ലാത്ത കൊച്ചിനെ നോക്കുന്നു. കൊച്ചെന്ത് പഠിച്ചു? ദൈവത്തിന്റെ കുഞ്ഞിനെ പോലെ ഞാൻ ചോദിക്കുന്നത് ആരുടെയാ? കൊച്ചിന്റെ നേരെ ചീത്ത പറയും. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് സ്റ്റേഷനിലോ വനിതാ സെല്ലോ വെച്ച് കാണുവാണെങ്കിൽ കൊച്ചിന്റെ പിറകെ വന്നിരുന്നിട്ട് കൊച്ചിനെ എന്തെങ്കിലും അനാവശ്യം പറയും.